ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. SSLC പരീക്ഷയ്ക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് SSLC പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ എല്ലാം നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരെല്ലാം പോയിട്ട് അതൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേർഡ് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് ഡാർവിൻ, DNA ഫിംഗർ പ്രിന്റിങ് കണ്ടെത്തിയത് ചാൾസ് ഡാർവിൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല അല്ലേ? അലക് ജെഫ്രി ആണ് DNA ഫിംഗർ പ്രിന്റിങ് കണ്ടെത്തിയിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന വ്യക്തി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്? എവല്യൂഷൻ അല്ലെ, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാണ് ഡാർവിൻ. അടുത്തത് ഇമ്മ്യൂണൈസേഷൻ, എഡ്വേർഡ് ജെന്നർ. അത് കറക്റ്റ് ആണ്. ഇമ്മ്യൂണൈസേഷൻ അല്ലേ, ഫാദർ ഓഫ് വാക്സിനേഷൻ എന്ന് പറയുന്നത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അദ്ദേഹമാണ് കൗപോക്സ് വൈറസിൽ നിന്നും സ്മോൾ പോക്സിന് എഗനസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ കണ്ടെത്തിയത്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ എഡ്വേർഡ് ജെന്നർ എന്നുള്ളത് കറക്റ്റ് പെയറാണ്. ദ തേർഡ് വൺ ഈസ് ആന്റിബയോട്ടിക് ബൈ അലക് ജെഫ്രി. ആന്റിബയോട്ടിക് കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിങ്ങും അദ്ദേഹത്തിന്റെ കൊളീഗ്സുമാണ് ആന്റിബയോട്ടിക് കണ്ടെത്തിയത്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം കണ്ടെത്തിയ പെൻസിൽ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഒരുപാട് സോൾജേഴ്സിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നോബൽ സമ്മാനമൊക്കെ കിട്ടുകയുണ്ടായി. അപ്പോൾ ഇതും തെറ്റായ ഒരു വേർഡ് പെയർ ആണ്. അപ്പോൾ കറക്റ്റ് വേർഡ് പെയർ എന്ന് പറയുന്നത് ബി, ഇമ്മ്യൂണൈസേഷൻ ബൈ എഡ്വേർഡ് ജെന്നർ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐഡന്റിഫൈ ദ വേർഡ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. റെറ്റിന ഫോട്ടോ റിസപ്റ്റർ സെല്ല്. അടുത്തത് ഹെയർ സെല്ല്. ഹെയർ സെല്ല് ഏതാണ്? ഇയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പൊ ഏതാണ്? ബേസിലാർ മെമ്പറൈൻ ആണ് വരുന്നത് കേട്ടോ. ബേസിലാർ മെമ്പറൈൻ ആണ് ഹെയർ സെൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അടുത്തത് നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. അലക്സാണ്ടർ ഫ്ലെമിംഗ്, ലമാർക്ക്, ഡാർവിൻ, ഹ്യൂഗോ ഡി വേരി. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഓഡ് വൺ ആയത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്താണ്? ആന്റിബയോട്ടിക് കണ്ടെത്തിയ ആളാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. ലമാർക്ക് അല്ലെ, ലമാർക്കിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞ ആളാണ് ലമാർക്ക്. ഡാർവിൻ അല്ലെ, ഡാർവിന്റെ തിയറി പറഞ്ഞത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന തിയറി പറഞ്ഞു. ഹ്യൂഗോ ഡി വേരീസ് എന്താണ്? മ്യൂട്ടേഷൻ അല്ലെ, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ ദ ജീൻ ഫ്രീക്വൻസീസ് ഇസ് നോൺ ആസ് മ്യൂട്ടേഷൻ. അപ്പൊ മ്യൂട്ടേഷൻ പറഞ്ഞ ആളാണ് ഹ്യൂഗോ ഡി വേരീസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും ഇവര് മൂന്ന് പേരും അറിഞ്ഞത് എന്താണ്? എവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്താണ്? ആന്റിബയോട്ടിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഇതെന്തായത്? ഓടായത്. ഹ്യൂമൻ ആൻസിസ്റ്റർ ഹു മെയ്ഡ് വെപ്പൺസ് ഫ്രം സ്റ്റോൺ ആൻഡ് ബോൺ പീസസ്. അപ്പൊ ഇതിനകത്ത് ആർഡിപിത്തേഷ്യസ് റാമിഡസ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, ഈ മൂന്ന് പേരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർഡിപിത്തേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ, ഏറ്റവും പഴയ, അതായത് ഏറ്റവും പഴയ ഹൊമിനിയൻ ലൈക്ക്, ആദ്യത്തെ ഒരു ഹൊമിനിയൻ ലൈക്ക് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആർഡിപിത്തേഷ്യസ് റാമിഡസ് എന്ന് പറയുന്നത്. അപ്പൊ അതല്ല. പിന്നെ ഹോമോ ഇറക്ടസും ഹോമോ ഹാബിലസും തമ്മിലാണ്. ഈ ഹോമോ ഇറക്ടസും ഹോമോ ഹാബിലസിനകത്ത് ഹോമോ ഇറക്ടസ് എന്താണ്? അവര് ഹണ്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? വെപ്പൺസ് ഫ്രം സ്റ്റോൺ ആൻഡ് ബോൺ പീസസ് എന്നാണ്. അപ്പൊ ശരിക്കും ഇതിനകത്ത് വെപ്പൺസ് യൂസ് ചെയ്തു എന്ന് പറയുന്നത് ആരേ ഉള്ളൂ? ഹോമോ ഹാബിലസ് ആണ് കേട്ടോ. അപ്പൊ ഈ ഹോമോ ഇറക്ടസും ഹോമോ ഹാബിലസും തമ്മിലൊരു കൺഫ്യൂഷൻ തോന്നാൻ കാരണമുണ്ട്. കാരണം എന്താണ്? ഇവര് ഹണ്ട് ചെയ്തിരുന്നു, ഹോമോ ഇറക്ടസും ഹണ്ട് ചെയ്തിരുന്നു അല്ലേ? പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്റ്റോണും ബോൺ പീസസും എല്ലാം വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നവരെ ഹോമോ ഹാബിലസ് ആണ്. അതുകൊണ്ടാണ് ഹോമോ ഹാബിലസ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. നോക്കിക്കേ, അടുത്തത് വെൻ വി ലുക്ക് അറ്റ് നിയർ ബൈ ഒബ്ജക്ട് സീലിയറി മസിൽസ്. നമ്മൾ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ സീലിയറി മസിൽസിന് എന്താണ് സംഭവിക്കുന്നത് അല്ലെ? അത് കോൺട്രാക്ട് ചെയ്യുവാണോ, അതോ റിലാക്സ് ചെയ്യുവാണോ, അതോ സ്റ്റേബിൾ ആയിട്ടിരിക്കുവാണോ എന്നുള്ളതാണ്. അപ്പോൾ നിയർ ബൈ ഒബ്ജക്ട്സിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും എന്താണ്? സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് റിലാക്സേഷൻ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അടുത്തുള്ള ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ എന്താണ്? സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. Then the world famous branch of medicine which originated in India. വളരെ സിമ്പിൾ ആണ്. ഹോമിയോപ്പതി എവിടെയാണ്? ജർമ്മൻ ആണ്. അലോപ്പതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മെഡിസിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ല. പിന്നെ എന്താണ്? ആയുർവേദ അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ഏൻഷ്യന്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഏതാണ്? ആയുർവേദയാണ്. The famous branch of medicine which originated in India is ആയുർവേദ. അടുത്തത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസ് ഡിഫൻസ് ഇൻ ആക്ഷൻ അല്ലെ. വൈറ്റ് ബ്ലഡ് സെൽസ് WBC ഡിഫൻസ് ഇൻ ആക്ഷൻ ആണ്. അതിനകത്ത് മോണോസൈറ്റ്
മോണോസൈറ്റും പിന്നെ എന്താ വരുന്നത്, ലിംഫോസൈറ്റുമാണ് അല്ലേ. മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ന്യൂട്രോഫിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മോണോസൈറ്റ്, അപ്പൊ ബി എന്തായിരിക്കും, ലിംഫോസൈറ്റ്സ് ആയിരിക്കും വരുന്നത്. ഇനി ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ജേം സ്പെസിഫിക്കലി, ലിംഫോസൈറ്റ്സ് ആണ് ഈ ജേംസിനെ കില്ല് ചെയ്യുന്നത്. ഇനി മോണോസൈറ്റ്സ് എന്താണ്, ഇൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് അല്ലെ. ഒരു പാത്തജൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാത്തജൻ എന്താണ്, പതിയെ ഇങ്ങനെ ചെന്ന് എൻഗൾഫ് ചെയ്യും അല്ലെ. ഈ പാത്തജനെ പതിയെ ഇങ്ങനെ ചെന്ന് എൻഗൾഫ് ചെയ്ത് അതിനെ കില്ല് ചെയ്യുന്ന ആൾക്കാരാണ് മോണോസൈറ്റ്സ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സ് എന്താണ്, അതിനെ ഐഡന്റിഫൈ ചെയ്ത് കില്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ WBC ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും. അതിന്റെ ഫങ്ഷൻസ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പിക്ചർ അല്ലേ. അപ്പൊ ഇതിനകത്ത് ഈ പിക്ചർ എന്താണ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ് അല്ലേ. പിക്ചർ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിന്റെ ഒരു പിക്ചർ ആണ്. ഇതിനകത്ത് എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ്. അപ്പൊ ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഏതാണ്, ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ് കേട്ടോ. എ എന്ന് പറയുന്നത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. ഇനി എന്താണ്, ഇതിനകത്ത് എന്താണ്, മ്യൂക്കസ് അല്ലെ. മ്യൂക്കസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ബൈപോളാർ ന്യൂറോൺ ആണ്. അതേപോലെ എന്താണ്, ഈ മ്യൂക്കസ് എന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വലി മ്യൂക്കസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തജൻസ് ബോഡിയിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ മ്യൂക്കസ് എന്ത് ചെയ്യും, അതിനെ അകത്തേക്ക് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ മ്യൂക്കസ് ഉള്ളത്. ഓൾഫാക്ടറി റിസപ്റ്റേഴ്സും മ്യൂക്കസുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന AB എന്ന് പറയുന്ന ഫിഗേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് എല്ലാം ഒന്ന് നോക്കി വെച്ചോണം. അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ ചോദിക്കാം, ലേബലിംഗ്, പാർട്സ് ലേബൽ ചെയ്യും ചോദിക്കാം, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസ് ചോദിക്കാം. അപ്പം ഇത് മാത്രമല്ല, അതേപോലെ ഇയർ, ഇതിൻ്റെ പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതൊന്നും നോക്കാനായിട്ട് വിട്ടുപോകരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Write down the function of hormone called aldosterone which is secreted by the cortex of the adrenal gland. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്കറിയാം അഡ്രീനൽ ഗ്ലാൻഡിന് അഡ്രീനൽ കോർട്ടെക്സ് ഉണ്ട്, അഡ്രീനൽ മെഡുല്ല ഉണ്ട്. അപ്പൊ അഡ്രീനൽ കോർട്ടെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഏത്, എഫിനെഫ്രിൻ ആൻഡ് നോറെഫിനെഫ്രിൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, ആൽഡോസ്റ്റിറോണിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്രീനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പോൾ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രധാനമായിട്ട് എന്താണ്, സാൾട്ട് വാട്ടർ ബാലൻസ്, ബോഡിയുടെ സോൾട്ട്, അതിനകത്ത് ബോഡിയുടെ സാൾട്ട് മെയിൻറ്റെയിൻ, സോഡിയം അല്ലേ, സോഡിയം പൊട്ടാസ്യം അങ്ങനെയുള്ള സോൾട്ടിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അതേപോലെ ബ്ലഡ് പ്രഷർ റെഗുലേഷനുമായിട്ടും ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പകരം വേണമെങ്കിൽ ചോദിക്കാം എഫിനെഫ്രിനോ നോറെഫിനെഫ്രിനോ ചോദിക്കാം. കാരണം അത് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബോഡിയിലെ ഫൈറ്റ് ഫ്ലൈറ്റ് ഫിയർ, ബോഡിയിലെ ഫൈറ്റ് ഫ്ലൈറ്റ് ഫിയർ അല്ലേ, പെട്ടെന്ന് ടെൻഷനോ ഒക്കെ വരുമ്പോൾ എന്താണ്, ഹാർട്ട് ബീറ്റ് കൂടുന്നു, അതേപോലെ പൈലോ ഇറക്ഷൻ, രോമ എഴുന്നേറ്റ് നിൽക്കുക, നമ്മൾ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുക, ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എഫിനെഫ്രിനും നോറെഫിനെഫ്രിൻ എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, മെഡുല്ലയാണ്. അപ്പോൾ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആൽഡോസ്റ്റിറോൺ ആണ്, മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എഫിനെഫ്രിനും നോറെഫിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ നോറഡ്രിനാലിനാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ഹിൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കി വേണം ആൻസർ എഴുതാനായിട്ട്. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വാക്സിൻ അല്ലേ, വാക്സിൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് വാക്സിൻ, ഇതിനകത്ത് BCG എന്ന് പറയുന്ന ഒരു വാക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. BCGയുടെ പൂർണ്ണമായ രൂപം എന്താണ്, ബാസില്ലസ് കാൽമിറ്റോഗ്വാറിൻ എന്നുള്ളതാണ്. അപ്പൊ ബാസില്ലസ് എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്, കാൽമിറ്റോയും ഗ്വാറിനും ആരാണ്, അത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ്. ഇനി ഇത് എന്ത് ഡിസീസിന് അഗനസ്റ്റ് ആയിട്ടാണ്, ട്യൂബർകുലോസിസ്, ക്ഷയരോഗത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ ആണ് BCG എന്ന് പറയുന്നത്. BCG ആണ് ബർത്ത് വാക്സിൻ എന്നറിയപ്പെടുന്ന വാക്സിൻ. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന വാക്സിൻ ആയതുകൊണ്ടാണ് ബർത്ത് വാക്സിൻ എന്നൊരു പേര് അതിനുള്ളത്. അടുത്തത് എന്താണ്, പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത് പോളിയോ എന്ന് പറയുന്ന രോഗമാണ്. അതിന് എഗനസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ്, OPV എന്ന് പറയും, ഓറൽ പോളിയോ വാക്സിൻ കേട്ടോ, ഓറൽ പോളിയോ വാക്സിൻ. അതേപോലെ മറ്റുള്ള വാക്സിൻസും ഒന്ന് നോക്കി വെച്ചോണേ. ഇനി
പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റൈറ്റ് 2 മെത്തേഡ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൽ എന്തൊക്കെയാണ് ഡിഫൻസ് മെക്കാനിസം? ഇപ്പം ആനിമൽസിലെ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ WBC അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസിനകത്ത് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള ആക്ഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ പ്ലാന്റ്സിനും എന്തുണ്ട്, അവരിലും എന്താണ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അപ്പൊ നോക്കിക്കേ, വാക്സ് കവറിങ് ക്യൂട്ടിക്കിൾ എന്തിനു വേണ്ടിയിട്ടാണ്? പാത്തജൻസ് അല്ലേ, പ്ലാന്റ്സിനെയും പലതരത്തിലുള്ള പാത്തജൻസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്ടീരിയ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗൈ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈറസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, ഫംഗൽ ടുബാക്കോ മൊസൈക്ക് വൈറസ്, ചില്ലി മൊസൈക്ക് വൈറസ്, അങ്ങനെയുള്ള വൈറസസ് ഉണ്ട്. അതേപോലെ ബ്ലൈറ്റ് ഡിസീസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, റസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്ലാന്റ്സിന് ഡിസീസ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനകത്തുള്ള ഒരു വാക്സി കവറിങ് അല്ലെങ്കിൽ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ബോഡിയിൽ സ്കിന്നുള്ളതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ ഒരു കവറിങ് ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അത് എന്താണ്, ജേംസിൻ്റെ എൻട്രീനെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ബാർക്ക് എന്ന് പറയുന്നത് അതിന്റെ സെൽസിനെ പാത്തജൻസിൽ നിന്നുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സെൽ വാൾ, ദ ജേംസ് ദാറ്റ് ഹാവ് ക്രോസ്ഡ് ദ സെൽ വാൾ ആർ പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് ത്രൂ ദ സെൽ. ഇനി എന്താണ് സെൽ വാൾ അല്ലേ, അവർക്ക് വളരെ തിക്കായിട്ടുള്ള ഒരു സെൽ വാൾ ഉണ്ട്. അപ്പൊ ആ ഒരു സെൽ വാൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ബാക്ടീരിയയുടെ എൻറ്ററിങ്ങിൽ നിന്ന് എന്താണ് ആ സെൽ വാൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തത് കാലോസ്, പോളിസാക്രൈഡ്. അതായത് ഇവിടെ കാലോസ് എന്ന് പറയുന്നൊരു അല്ലേ, പൊതുവെ കേട്ടിട്ടുള്ളത് ഏതാണ്, സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് അതിനൊരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ. ഇതിനകത്ത് കാലോസ് എന്ന് പറയുന്ന ഒരു മെമ്പറൈൻ ഉണ്ട്. ഈ കാലോസ് മെമ്പറൈൻ എന്താണ്, അതായത് പാത്തജൻസിന്റെ എൻറ്ററിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെമ്പറൈൻ ആണ് ഈ പറയുന്ന കാലോസ് എന്ന് പറയുന്ന മെമ്പറൈൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടണം എന്നാണല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ വർഷവും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നിങ്ങൾ A+ നേടാൻ സഹായിക്കാനായിട്ട് CC+ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. CC+ലെ 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9496949929 എന്നുള്ള ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സീരീസ് കൂടി വരുന്നുണ്ട്. പടപ്പുറപ്പാടെന്നാണ് ആ സീരീസിൻ്റെ പേര്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള SSLC എക്സാമിന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ രസകരമായ രൂപത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യപ്പെട്ടിയുമായിട്ട് CC+ൻ്റെ ടീച്ചേഴ്സ് എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. അതേപോലെ ഇത്തരം ക്ലാസ്സസ് കാണാനായിട്ട് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും പഠിക്കണേ. താങ്ക്